കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പല ആൾക്കാരും ആ വീഡിയോ കണ്ടു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാതാ അമൃതാനന്ദമയി മഠത്തിലെ ഒരു അന്തേവാസി അമൃതാനന്ദമയിയെ കുറിച്ചിട്ട് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഇവിടുത്തെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത്. ഇന്നും അദ്ദേഹം ജീവനോട് ഇരിപ്പുണ്ട്. കാരണം അമൃതാനന്ദമയിയെക്കുറിച്ചോ അമൃതാനന്ദ മഠത്തെക്കുറിച്ചിട്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് ജീവനോട് ഇരിക്കില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ദുരൂഹതയിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇതിനെതിരെയൊന്നും ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനും നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഭയക്കുന്നു എന്നുള്ളതാണ്. ആത്മീയതയിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മതസ്പർദ്ധ വളർത്തുന്നതാകും, അല്ലെങ്കിൽ മതത്തിന്റെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേക വിഭാഗം തീവ്ര ചിന്താഗതി മനസ്സിൽ കൊണ്ടു നടക്കുന്ന സംഘപരിവാർ രംഗത്തേക്ക് വരും. ഈ സംഘപരിവാറാണ് ഇവർക്കെല്ലാം ഇതിനൊക്കെ ഫുൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയിൽ എനിക്ക് കുറേ കമൻറ്റുകൾ ആ വീഡിയോയ്ക്കകത്ത് വന്നിരുന്നു. അതിനകത്ത് മാതാ അമൃതാനന്ദമയിയെ വിശ്വസിക്കുന്ന, അന്ധമായി ആരാധിക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. അതിൽ കുറേ മരവാണങ്ങൾ വന്നിട്ട് പറയുന്നത്, നീ വിശ്വാസത്തിൽ കയറി കളിക്കുന്നു, നീ വിശ്വാസത്തെ ചൊറിയുന്നു എന്നൊക്കെ. ഞാനിവിടെ ഒരു മതത്തിൻ്റെ വിശ്വാസത്തെയും ചൊറിയാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ആചാരങ്ങളെ ഒന്നും ഇന്നേ വരെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. ഇതൊന്നും ഞാനല്ല പറഞ്ഞത്. ആ മഠത്തിൽ 10-18 വർഷമായി ജോലി ചെയ്തിട്ടുള്ള മാതാ അമൃതാനന്ദമയിയുടെ പാദസേവ ചെയ്ത, അവർക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് ആ ആശ്രമത്തിൽ വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിനെക്കുറിച്ചിട്ട് പുറം ലോകത്തോട് പറഞ്ഞത്. ആ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തു എന്ന് മാത്രം. ഞാൻ അമൃതാനന്ദമയിയെ കുറിച്ചിട്ട് മോശമായിട്ടുള്ള ഒരു പരാമർശവും ഞാൻ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ കോടാനുകോടി രൂപയുടെ സ്രോതസ് അത് എവിടെ നിന്നാണ് എന്ന് ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഈ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അങ്ങനെ പല മേഖലകളായിട്ട് കോടാനുകോടി ആസ്തിയുണ്ട്. പക്ഷെ ഇതിനൊക്കെ കൃത്യമായിട്ട് നമ്മുടെ സർക്കാരിന് ഇവർ ടാക്സ് കൊടുക്കുന്നുണ്ടോ? ഇതാരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് എല്ലാ പാർട്ടിയുടെയും അണ്ണാക്കിലേക്ക് കുറെ ഫണ്ടങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് തോന്നിയാസവും തെമ്മാടിത്തരവും കാണിച്ചാലും ഇവിടെ ഒരാൾ പോലും ഇല്ല ചോദിക്കാൻ എന്നുള്ളതാണ്. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് ഇടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഏത് മതത്തിൽപ്പെട്ടവരാണ് ഇത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ, ആത്മീയതയുടെ പേരിൽ ചൂഷണം ചെയ്യുന്നോ അവരൊക്കെ നമ്മുടെ ഈ പൊതുസമൂഹത്തിന് ആപത്താണ്, നമുക്ക് അപകടകാരികളാണെന്ന് പറയാതിരിക്കാൻ നിവർത്തി. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ സീക്രട്ട് ഏജന്റിൻ്റെ സായി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുള്ളി ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് പുള്ളിക്കും ഇത്തരത്തിലുള്ള ചില ഭീഷണികളൊക്കെ ആയിട്ട് ചില സംഖ്യവാണങ്ങൾ വരുന്നുണ്ട്. കാരണം ഇവന്മാരാണല്ലോ ഈ ആത്മീയതയുടെ പേര് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്ന് ഇവിടുത്തെ ഹൈന്ദവ മത വിശ്വാസികളുടെ വിശ്വാസത്തിൽ കയറി പിടിച്ചുകൊണ്ട് അവരെ ചൂഷണം ചെയ്ത് ഈ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടരവരാണല്ലോ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ഇതിനൊക്കെ എതിരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും കാലമായിട്ട് ഒരു പൊട്ടന്മാരെ പോലും കേരളത്തിൻ്റെ നിയമസഭ കാണിക്കാഞ്ഞത്. ആകെ വന്നിരുന്നു ഒരു രാജഗോപാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം നല്ല നന്മയുള്ള മനുഷ്യനായിരുന്നു, മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കിയതും. എന്തായാലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണണം. വളരെ ഞെട്ടിക്കുന്ന കുറേ രഹസ്യങ്ങളും കൂടെ ഈ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു. അദ്ദേഹം ഇന്നും ജീവനോട് ഇരിക്കുന്നത് തന്നെ ആരുടെയൊക്കെ സുഹൃതമാണ്. ഇനി ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ പറയപ്പെടുന്ന സംഘടനകൾക്കും ഈ പറയപ്പെടുന്ന വ്യക്തികളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണോ ഇനി ഇദ്ദേഹത്തെ ആരും ഒന്നും ചൊറിയാത്തത് എന്നും അറിയില്ല. എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം. ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ല, ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ കേട്ടുപോയിക്കോളൂ. മാതാ അമൃതാനന്ദമയി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. വലിയ പ്രശ്നമില്ല, ജീവനോടുകൂടി ഉണ്ട് ഞാൻ. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു വ്യക്തിയെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. മാതാ അമൃതാനന്ദമയി മഠത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്ന ഒരു ചേട്ടനായിരുന്നു. ആ ചേട്ടനും ജീവനോടുകൂടി ഉണ്ട്. ആ ചേട്ടനും പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല. സാധാരണ രീതിയിൽ മാതാ അമൃതാനന്ദമയിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തീർക്കുന്നുള്ളതാണ് കേൾക്കാറ്. നാരായണൻ KP എന്ന് പറഞ്ഞുള്ള ആ വ്യക്തി, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വാളിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്നുകൂടി ഞാൻ ഈ വെച്ചിട്ടുണ്ട് ഇവിടെ. കണ്ടിന്യൂസ്ലി അങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് മഠത്തിൽ നടക്കുന്നത് എന്നുള്ളത് പുറം ലോകത്തെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ പുതിയ കുറച്ച് വീഡിയോസ് ഉണ്ട്, അതിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. വടപ്പുറം സുധാമണി അമ്മയുടെ മഠത്തിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കേൾക്കണ്ടേ? കേൾക്കാം. നോട്ട് നിരോധനം വന്നപ്പോൾ അമ്മ വിദേശത്തായിരുന്നു. അപ്പോൾ ഒരു സന്യാസിയെ അവിടുന്ന് ഇവിടേക്ക് അയച്ചു. ഏറ്റവും കൂടുതൽ കള്ളപ്പണം ഉണ്ടായിരുന്നത് കോയമ്പത്തൂരുള്ള കോളേജിലായിരുന്നു. ആ പണമൊക്കെ വിശ്വസ്തരായ തമിഴ്നാട്ടിലും കർണാടകത്തിലുമുള്ള പല ഭക്തന്മാരുടെ കയ്യിലും കൊടുത്ത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും മാറ്റിയെടുക്കുകയും ഒക്കെയാണ് ചെയ്തത്. ആ പണം ഇപ്പോഴും ഒരാളെ അയച്ച് പിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലരൊക്കെ തരില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെടുത്ത് നയമായി പറഞ്ഞ് വാങ്ങുവാനും സംസാരിക്കുവാനും വണ്ടിയും കൊടുത്ത് ഒരാൾ പോവാറുണ്ട്.
അഥവാ തരുന്നില്ലെങ്കിൽ അവരെ പറഞ്ഞ് ഭയപ്പെടുത്തിയും വാങ്ങും. പാപം വരും, ഇത് ധർമ്മസ്ഥാപനത്തിൻ്റെ പണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടി തന്നെ ഒരാൾ പോകാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പുറത്തുള്ളവർ അധർമ്മം ചെയ്യും, കള്ളപ്പണമൊക്കെ സൂക്ഷിക്കും, പോട്ടെ. പക്ഷേ ധർമ്മത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും പറയുന്നവർ ഇത്രമാത്രം കള്ളപ്പണം സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ആ സമയത്ത് കുറേ ആപ്പിളിൻ്റെയും മറ്റും കമ്പ്യൂട്ടറുകൾ വാങ്ങിയിട്ടു, കണക്കില്ലാതെ പഴയ വണ്ടികൾ മേടിച്ചു. ഇന്നതെന്നൊന്നും പറയാനില്ല, പൈസ എങ്ങനെ ചെലവാക്കണം എന്നറിയാതെ രീതിയായിരുന്നു. ഇത് പാവങ്ങൾക്ക് സേവനം ചെയ്യാതെ സൂക്ഷിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അന്തേവാസികൾ എല്ലാവരും തന്നെ നിഷ്കാമ സേവനമാണ് ചെയ്യുന്നത്. അവരാരും തന്നെ ശമ്പളം പറ്റുന്നില്ല. അപ്പോൾ ആ വരുമാനം പാവങ്ങൾക്ക് കൊടുക്കാനല്ലേ തയ്യാറാവേണ്ടത്? ഗവൺമെന്റിനെ വെട്ടിച്ചും തട്ടിച്ചുമാണ് ഈ പറഞ്ഞുള്ള അമൃതാനന്ദമായി അമ്മ മുന്നോട്ട് മഠവും ബാക്കി പരിപാടികളും നടത്തിക്കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. 10 വർഷം മുമ്പ് വോട്ട് നിരോധിച്ച സമയത്ത് അന്ന് പലരുടെയും അക്കൗണ്ടിലേക്ക് ഫ്ലോ ചെയ്ത ഫണ്ട് ഇപ്പോഴും ഇവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 10 വർഷമായിട്ടും തീരാത്ത ഈ ഫണ്ട് ഇപ്പോൾ എത്ര അക്കൗണ്ടിൽ എത്ര ഫണ്ട് ഏതൊക്കെ രീതിയിലാണ് തട്ടിപ്പടർന്നിട്ടുള്ളത്? അന്വേഷിക്കണ്ട, ആരും അന്വേഷിക്കുകയേ വേണ്ട. പിന്നെ കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് ചുവന്ന പഴങ്ങൾ ആശ്രമത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അന്ന് കടയിലൊന്നും ഈ പഴങ്ങൾ വേണ്ട. അതുകൊണ്ട് ആശ്രമത്തിലുള്ള അന്തേവാസികൾക്ക് അത് പഴുപ്പിച്ച് ഡെയിലി 2-3 പഴം കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്ത പഴത്തിന് 125 രൂപ വെച്ച് എല്ലാ അന്തേവാസികളുടെ കയ്യിൽ നിന്നും ഈടാക്കി. ഞാൻ പറഞ്ഞല്ലോ, മാസത്തിൽ 1000 രൂപ അന്തേവാസികൾക്ക് കൊടുക്കും. അതിൽ നിന്ന് ആ 125 രൂപ പിടിച്ചിട്ടാണ് ആ മാസത്തെ പൈസ തന്നത്. അതുപോലെ തന്നെ കുറേ പേർക്ക് വയറിന് അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ സലാഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആശ്രമം പറഞ്ഞത്, ഇവിടുന്ന് അങ്ങനെ ഉണ്ടാക്കി തരാൻ പറ്റില്ല, നിങ്ങൾ തന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് ഉണ്ടാക്കിക്കൊള്ളൂ, അതിൻ്റെ സാധനങ്ങളെല്ലാം പ്രത്യേകം മേടിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് ബ്രഹ്മചാരികൾ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാളിൻ്റെ അടുത്ത റൂമുണ്ട്, അതിലാണ് ഈ പച്ചക്കറിയൊക്കെ വാങ്ങി വയ്ക്കാറ്. എന്നിട്ട് അന്തേവാസികൾ തന്നെ അത് അരിഞ്ഞ് സലാഡാക്കി തൈര് മേടിച്ച് സലാഡാക്കിയിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ് ചെയ്തത്. അതിന് ഈ 1000 രൂപ കൊടുക്കുന്നതിൽ നിന്നും എല്ലാവരിടത്തു നിന്നും 200 രൂപ വെച്ച് 6 മാസത്തോളം മേടിച്ചിരുന്നു. അപ്പോൾ പലരും പറഞ്ഞു, ഞാനിത് കഴിക്കാറില്ല, വെറുതെ 200 രൂപ കൊടുക്കുന്നു. അങ്ങനെ പലരും പറഞ്ഞു, എനിക്കിത് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 6 മാസത്തിന് ശേഷം അത് നിർത്തി. ഇത് ആശ്രമത്തിലെ അന്തേവാസികളോട് ആരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കും. മനസാക്ഷി മരവിച്ചിട്ടുള്ള ആളുകൾക്ക് ഇതിനെ ഇല്ലാന്ന് നിഷേധിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ ഈ കോടാനുകോടിയുള്ള ആശ്രമം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ തട്ടിയിട്ടാണ് പറയുന്നത്. ഇത് നടന്ന കാര്യമാണ്. ഇനി എന്നെ തൂക്കിലേറ്റിയാലും എനിക്ക് പ്രശ്നമില്ല. ഇത് ലോകം അറിയണം. സലാഡിന് കൊടുത്തത് ഇത്രയും രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് സലാഡ് ഉണ്ടാക്കി കൊടുത്തതിന് 200 രൂപ വെച്ച് 6 മാസം മേടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂക്കത്ത് കൈവയ്ക്കും. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്. എന്തിനിത്തരം അടിമത്തം സൃഷ്ടിക്കണം? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ധാരാളം പണമുണ്ട്, എന്നിട്ടും ഇങ്ങനെ അന്തേവാസികളെ പീഡിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു ക്രൂര മനോഭാവമല്ലേ? ഞാനിത് പറയുന്നത് തെറ്റാണോ എന്ന് ആർക്കും പോയി അന്വേഷിച്ച് നോക്കാം. സത്യം പറയുന്നവരാണെങ്കിൽ, മനസാക്ഷി വഞ്ചിക്കുന്നില്ലെങ്കിൽ എല്ലാവരും പറയും ഇത് നടന്ന കാര്യമാണ്. ഇത് അവിടെ ചർച്ചയായതാണ്. ഞാൻ തന്നെ ഈ കാര്യങ്ങളെല്ലാം അവിടെ ബോധിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ 100 കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവരും ഞെട്ടിപ്പോകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ. പക്ഷേ ഇത് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇത് യാഥാർത്ഥ്യം പുറത്ത് വരണം. അത് ഏതോ ഒരു പ്രപഞ്ച ശക്തി തന്നെ എന്നെ ഇതിന് നിമിത്തമാക്കിയിരിക്കുകയാണ്. അതേ എനിക്കിതിൽ പറയാനുള്ളത്. ഇത്ര എച്ചിയായിരുന്നോ മാധാമൃതാനന്ദമയി അമ്മ? അല്ല, പല ഇൻ്റർവ്യൂവിനകത്തും മാധാമൃതാനന്ദമയി കാശിനെ കുറിച്ച്, അതായത് കാശിനൊന്നും വലിയ വാല്യൂ, അതൊന്നുമല്ല, കാശൊന്നുമല്ല ഒന്നൊക്കെ പറഞ്ഞുള്ള കുറേ ഇൻ്റർവ്യൂസിലെ ഡയലോഗ്സ് കേട്ടിട്ടുണ്ടായിരുന്നേ. പല മക്കളും പറയും, ഞാൻ ഇത്ര പ്രാറ്റ് ടീച്ചറിനെ ഞങ്ങൾ ഒരു അനുഗ്രഹം തരുന്നില്ല, അല്ല ഗുരു എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയും. പണം ഒരിക്കലും ആരെപ്പറ്റിയും ചിന്തിക്കുന്നില്ല. നമ്മളെപ്പോഴും പണത്തെപ്പറ്റി ചിന്തിക്കുന്നു. പണം എണ്ണുന്നതിലും കണക്കൂട്ടുന്നതും ബാങ്കിലിടുന്നതും ഷെയർ മാർക്കറ്റിലിടുന്നതും എവിടെ ഇടണോ അങ്ങനെയൊക്കെ ചിന്തിച്ച് എപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ ആയിരിക്കണം നമ്മൾ. ഈശ്വരനല്ല ഗുരു നമ്മളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് ഇല്ലയോ എന്നല്ല ചിന്തിക്കേണ്ടത്. ഈശ്വരൻ നമുക്കാണല്ലോ ആവശ്യം. നമുക്ക് എത്രമാത്രം ഈശ്വരനെ സ്മരിക്കാൻ കഴിയും, ആ ധർമ്മത്തിൽ ജീവിക്കാൻ പറ്റും ഈ ജന്മം കൊണ്ട്, അതാണ് നമ്മൾ നോക്കേണ്ടത്. എന്താ വർത്താനം? എന്നിട്ട് അവിടെ 10-25 വർഷം താമസിച്ച ആളാണ് വന്നിട്ട് ഈ പറയുന്നത് തിന്നതിനും കുടിച്ചതിനും അടക്കം കണക്ക് വെച്ചിട്ട് അവരിൽ നിന്ന് പൈസ മേടിക്കാറുണ്ട് എന്നുള്ളത്. അവരുടെ പേരിൽ കാശുകൾ ഇൻവെസ്റ്റ് ചെയ്യാറ്. അപ്പം അറിയാം, ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ചിന്തിക്കണം, ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ കുറിച്ച് ചിന്തിക്കണം, സർക്കാരിന് എങ്ങനെ കാശ് വെട്ടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം, എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ അത് സ്വന്തം സെൽഫ് എക്സ്പീരിയൻസ് ആണല്ലോ, സ്വയം ചിന്തിക്കുന്ന കാര്യങ്ങളാണല്ലോ. ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പറഞ്ഞു വിട്ടതാണോ ഇനി? അമ്മേ കഴിഞ്ഞിട്ടില്ല അമ്മേൻ്റെ പരിപാടികൾ. ലോക സമാധാനത്തിന് നോബൽ സമ്മാനം വാങ്ങിക്കാൻ കൈനീട്ടിയിരിക്കുന്ന ലോകത്തിന്റെ തന്നെ നന്മയ്ക്ക് കാരണഭൂതരായിട്ടുള്ള അമ്മയെക്കുറിച്ചിട്ടാണ് ആ മഠത്തിൽ അന്തേവാസിയായിട്ടുള്ള 10-18 വർഷം അമ്മയുടെ പാദസേവ ചെയ്ത് അവരെ സേവിച്ച് നിത്യ ബ്രഹ്മചാരിയായിട്ട് ജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്ന എച്ചിക്കണക്കുകൾ. ഈ എച്ചിക്കണക്കെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിക്കണം, കോടാനുകോടിയുടെ തട്ടിപ്പാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളതെന്നും വളരെ ഞെട്ടിക്കുന്ന മറ്റു പല രഹസ്യങ്ങളും ഇനിയും ഇദ്ദേഹം ജീവനോടുണ്ടെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഒരു മതത്തിൻ്റെ മാത്രം ഇതിൽ പോകുന്നതല്ല. ഇവിടുത്തെ മുസ്ലിം മതവിഭാഗത്തിലുണ്ട്, ക്രൈസ്തവ മതവിഭാഗത്തിലുണ്ട്. ഇപ്പോൾ മുസ്ലിം മതവിഭാഗത്തിൽ തന്നെ നൂറെ ഹബീബി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വേട്ടാവളിയും കിടന്ന് കാണിക്കുന്ന തെമ്മാടിത്തരവും പോക്കൃത്തരവും കയ്യും കണക്കില്ല എന്ന് പല പ്രാവശ്യം വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. ഇതിനെയൊക്കെ ശക്തമായ രീതിയിൽ നിയമ സംവിധാനങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ കള്ളത്തരങ്ങളും ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ജനങ്ങളുടെ
പണം അപഹരിക്കുകയും ചെയ്യുന്ന ഇതുപോലുള്ള ക്രിമിനൽസിനെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിടാനായിട്ടുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. 6 കോടിയുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ വമ്പന്മാരൊക്കെ എത്തിപ്പെടുന്നതും ഇതുപോലുള്ള ആത്മീയ ചൂഷണം നടത്തി ജീവിക്കുന്ന ആളുകളാണ്. ഈ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ എന്ത് ആത്മീയതയാണ് ഇവരുടെയൊക്കെ മനസ്സിൽ, പണമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.